മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇനി ഡൽഹിയിൽ ചർച്ചയില്ല. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനമെടുക്കും. PD സതീശൻ കേരളത്തിലേക്ക് മടങ്ങി. സണ്ണി ജോസഫ് രാത്രി 10:30 മടങ്ങും. രമേശ് ചെന്നിത്തല ഡൽഹിയിൽ തുടരുകയാണ്. വിവരങ്ങളുമായി PR അരവിന്ദ് ഉണ്ട്. അങ്ങനെ ഇന്നത്തെ മാരത്തോൺ ചർച്ചകൾക്കൊടുവിൽ ഒരു തീരുമാനമായിരിക്കുന്നു. സണ്ണി ജോസഫ് പറഞ്ഞതാണ് ഇനി ഡൽഹിയിൽ ചർച്ചയില്ല, തീരുമാനം ഹൈക്കമാൻഡ് അറിയിക്കും, അത് അനുസരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കാത്തിരിപ്പാണ് കേരള ജനത ഒന്നാകെ ആരായിരിക്കും പുതിയ മുഖ്യമന്ത്രി എന്നുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും അടുത്ത നീക്കം എന്ത് എന്നുള്ളത് അറിയാൻ അല്ലെങ്കിൽ ചെയ്യാനൊക്കെ തന്നെ അവരും കാത്തിരിക്കുകയാണ്. PR അരവിന്ദ്. അതിലെന്തായാലും മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നതാണ് ഇപ്പോൾ നിലവിൽ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് ഡൽഹിയിൽ മാരത്തോൺ ചർച്ചകൾ നടന്നിരുന്നു. വൈകുന്നേരം 4 മണിയോടുകൂടിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എത്തിയത്. പിന്നീട് ഏകദേശം 3 മണിക്കൂറോളം ആ വസതിയിൽ നേതാക്കൾ തുടരുകയും കൃത്യമായി തന്നെ തങ്ങളുടെ നിലപാടുകൾ ഹൈക്കമാൻഡ് മുന്നിൽ അറിയിക്കുകയും ചെയ്തു. എന്തായാലും യോഗത്തെ ഈ ചർച്ചകൾക്ക് ശേഷം നേതാക്കൾ വ്യക്തമാക്കിയത് ഇനി ഡൽഹിയിൽ ഒരു ചർച്ചയുണ്ടാകില്ല, ഇനി തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണ്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും ചേർന്ന ഒരു തീരുമാനം പ്രഖ്യാപിക്കും. അത് നേതാക്കൾ അംഗീകരിക്കുമെന്നതാണ് സണ്ണി ജോസഫും അതുപോലെ തന്നെ KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തല അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ VD സതീശനും സണ്ണി ജോസഫും കേരളത്തിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെയോടുകൂടി രമേശ് ചെന്നിത്തലയും കേരളത്തിലേക്ക് മടങ്ങുകയാണ്. എന്തായാലും ഉടൻ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. കൃത്യമായ കൂടിയാലോചന രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും നടക്കും. അതിനുശേഷം ഒരുപക്ഷെ ഘടകകക്ഷികളുമായ ഒരു ആശയവിനിമയം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുശേഷം ഒരു പ്രഖ്യാപനം നടത്തുവാനാണ് നിലവിൽ ആലോചിക്കുന്നത്. നമുക്കറിയാം കൃത്യമായി തന്നെ തങ്ങളുടെ വാദങ്ങൾ ഇന്ന് നേതാക്കൾ ഹൈക്കമാൻഡിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. നേതാക്കളെ ഒരുമിച്ചും അതുപോലെ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്കായും ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തിയിരുന്നു. കൃത്യമായി KC ചൂണ്ടിക്കാണിച്ചത് MLA-മാരുടെ പിന്തുണ കൃത്യമായി തനിക്കുണ്ട്, അത് പരിഗണിക്കണമെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. പക്ഷേ VD സതീശൻ ചൂണ്ടിക്കാണിച്ചത് 2021 പ്രതിപക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം അത് കൃത്യമായി തന്നെ താൻ നടത്തി വന്നു. അതിന്റെ ഒരു വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചതെന്ന് VD സതീശൻ വ്യക്തമാക്കി. ഇത്തരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് താൻ ഉണ്ടാകില്ല എന്നുകൂടി VD സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. അതേസമയം താൻ മുതിർന്ന നേതാവാണ്, അതുകൊണ്ട് തന്നെ തനിക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശമുണ്ട് എന്നതാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വാദങ്ങൾ അടക്കം പരിശോധിച്ച ശേഷം ഒരു തീരുമാനമെടുക്കും എന്ന് തന്നെ ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ സംസ്ഥാനത്ത് നടക്കുന്ന ശക്തി പ്രകടനങ്ങൾ അത് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ഈ യോഗത്തിന് ശേഷം വന്ന് ഇക്കാര്യങ്ങളിൽ ഒരു പ്രതികരണം കൂടി നടത്തിയത്. കാരണം ഞങ്ങൾ 3 പേരുടെ പേരുകൾ ചൊല്ലിയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും അതുപോലെ തന്നെ ശക്തി പ്രകടനങ്ങളും നടക്കുന്നത്. 102 സീറ്റുകൾ നേടി UDF ഒരു വിജയം സ്വന്തമാക്കി. ഇതിന്റെ ശോഭ കെടുത്തുന്നതാണ് നിലവിൽ നടക്കുന്ന ശക്തി പ്രകടനങ്ങൾ നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും സ്ഥാപിച്ചിരുന്ന ഫ്ലക്സുകൾ അടക്കം നീക്കം ചെയ്യുകയും ചെയ്തു. എന്തായാലും ഈ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനി ഡൽഹിയിൽ ഈ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ഒരു ചർച്ചയുണ്ടാകില്ല. ഇനി തീരുമാനം ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് അധ്യക്ഷനും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ചേർന്ന് പ്രഖ്യാപിക്കുമെന്നതാണ് ഇപ്പോൾ ദീപാദാസ് മുൻഷി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അത് എപ്പോൾ ആയിരിക്കും എന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. 23-ാം തീയതി വരെ അതിനുള്ള സമയമുണ്ടെന്നതാണ് ഈ യോഗത്തിന് ശേഷം നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അനിൽ, ശ്രീനിധി. അരവിന്ദ്, ഈ പറഞ്ഞതുപോലെ തന്നെ 23 വരെ സമയമുണ്ട് എന്ന് പറയുമ്പോഴും പെട്ടെന്നൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ അധികം ദിവസം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ എന്തായാലും ആവില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. അപ്പോൾ ഒരു മെയിലായി ഇല്ലെങ്കിൽ അറിയിക്കാനുമാണ് ഒരു തീരുമാനം. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാവും. അത് ഇനി ഈ പറഞ്ഞ പോലെ സ്ഥിതിഗതികളൊക്കെ തന്നെ ശാന്തമാക്കിക്കൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി അനുനയിപ്പിച്ച ശേഷം അതായത് ഒരാളെ തൃപ്തിപ്പെടുത്തിയാൽ മറ്റ് 2 പേരും എന്തായാലും പിണങ്ങുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഫോർമുല എന്നതും അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. അല്ല, എന്ത് ഫോർമുലയായിരിക്കും ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം കർണാടകയും അതുപോലെ തന്നെ രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പലതരത്തിലുള്ള ഫോർമുലകൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വച്ചിരുന്നു. കർണാടകയിൽ വലിയ രീതിയിലുള്ള തർക്കം സിദ്ധരാമയ്യയും DK ശിവകുമാറും തമ്മിൽ ഉണ്ടായപ്പോൾ 2.5 വർഷം സിദ്ധരാമയ്യക്ക് നൽകാം, അതിനുശേഷം 2.5 വർഷം DK ശിവകുമാറിന് നൽകാം എന്നൊരു ഫോർമുലയിലേക്കാണ് അന്ന് ഹൈക്കമാൻഡ് എത്തിയത്. പക്ഷേ ആ ഫോർമുല ഈ കഴിഞ്ഞ മാസങ്ങളിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തങ്ങൾ ഈ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാൻ തയ്യാറല്ലെന്ന് സിദ്ധരാമയ്യ പക്ഷം പറയുകയും പിന്നീട് ഇപ്പോഴും ആ തർക്കം തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ അത്തരം ഒരു ഫോർമുല മുന്നോട്ട് വയ്ക്കുമ്പോൾ നേതാക്കൾ അത് അംഗീകരിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത്തരം ഫോർമുലകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡയറക്റ്റ് ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുമോ എന്നതാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിന് പുറമെ നേതാക്കൾക്കിടയിൽ തന്നെ കൃത്യമായ ഒരു അറിയിപ്പ് ലഭിക്കും. അതോടൊപ്പം തന്നെ മറ്റ് 2 പേരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കാത്ത 2 പേരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരിക്കും ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അവർക്ക് വേണ്ട പരിഗണന നൽകണം അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഹൈക്കമാൻഡ്
ചർച്ച ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഒരു ആശയവിനിമയം ഒരുപക്ഷെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്ന് നാളെ തന്നെ നടന്നേക്കുമെന്ന് മനസ്സിലാകുന്നു. നാളെ രാവിലെ 10 മണിക്ക് തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അതിനു മുമ്പേ ഒരു തീരുമാനം ഉണ്ടാകുമോ, അല്ലെങ്കിൽ അതിനുശേഷം രാഹുൽ ഗാന്ധിയും ഖാർഗെയും മടങ്ങിയെത്തിയതിനു ശേഷം ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ ഇനി കേരളത്തിലെ നേതാക്കളുമായി ഒരു ചർച്ച ഉണ്ടാകില്ല. ഇനി ഹൈക്കമാൻഡ് തന്നെയായിരിക്കണം ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. എന്തായാലും ഈ നേതാക്കളുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട ചെറിയ ആശയവിനിമയങ്ങൾ അടക്കം ഹൈക്കമാൻഡ് ഇതിനോടകം തന്നെ നടത്തിയിരിക്കും. എന്തായാലും പ്രഖ്യാപനത്തിന് മുമ്പേയും കൃത്യമായി തന്നെ നേതാക്കളെ ഇക്കാര്യം അറിയിക്കുമെന്നതാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിലെ ചർച്ചകൾ അവസാനിച്ചു കഴിഞ്ഞു. ഇനി പ്രഖ്യാപനം മാത്രമാണ് അവശേഷിക്കുന്നത്. അനിൽ ശ്രീനിധി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.